ജോസിന് എന്തോ ഐഡിയ പറയാണ്ട് എന്താ ജോസേ? മനുഷ്യന് സമയത്തിന് വിലയുള്ള ഒരു നാട്ടിൽ ഒരു കാലത്ത് നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ രീതിയിൽ വികസിപ്പിക്കുമ്പോൾ ആ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച ഒരു നാട്ടിൽ അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പുലർത്തേണ്ട നിയമം കൂടി നമ്മൾ കൊണ്ടുവരണം. അപ്പൊ നമ്മളുടെ ഈ റോഡും ഹൈവേയും 6 വരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ചില വാഹനങ്ങളെ നിയന്ത്രിക്കണം എന്ന ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ള ചില ബോർഡുകൾ പലയിടത്ത് സ്ഥാപിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നിരോധിച്ചിരുന്ന ഇതൊക്കെയാണ്: JCB, ട്രാക്ടർ, ഓട്ടോറിക്ഷ, ബൈക്ക്. ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വണ്ടിയൊക്കെ എല്ലാം ഈ ഹൈവേ കൂടെ പോകാൻ അനുമതി കൊടുക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയല്ല നമ്മൾ ജനകീയനാവേണ്ടത്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജിയെ അവഗണിച്ചുകൊണ്ടും അതിനെ മറികടന്നുകൊണ്ടുമല്ല നമ്മൾ ജനകീയരാവേണ്ടത്. ഇവർ നല്ല ബുദ്ധിയാണ് സാറേ. ഈയിടെയായിട്ട് എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കാണിക്കണം. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. എന്തുകൊണ്ടാണ് ട്രാക്ടറും JCBയും ഈ റോഡിൽ അനുവദിക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. എത്രയോ 1000 കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു അതിവേഗ പാത ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ്? അതിവേഗത്തിൽ പോകേണ്ടവർക്ക് അതിവേഗത്തിൽ എത്താൻ വേണ്ടിയാണ്. അതിന്റെ സൈഡിൽ കൂടെയുള്ള സർവീസ് റോഡാണ് ഈ ട്രാക്ടറിനും JCBക്കും ഓട്ടോറിക്ഷയ്ക്കും പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു.